ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഫ്രോഗ് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഫ്രോഗ് ഫിഷിങ് നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാസ്റ്റിങ്ങിൽ തന്നെ ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു ബ്രാലടിച്ചിരിക്കുന്നു. മൊന്തറുള്ളിൽ പോയി. വിയറ്റ്നാം ബ്രാലാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ പോയോടത്തൊരു താമരക്കുളമുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഫ്രോഗ് ഫിഷിങ്ങിന് വരുന്ന സ്ഥലം. വെള്ളത്താമരയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊന്നും വെള്ളത്താമര റയറായി കാണുന്നൊരു സ്ഥലങ്ങളേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരുപാട് അമ്പലങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്നാണ്. തൃപ്രയാറ് പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു 2 അടിച്ചു. കുഴപ്പമില്ലാത്തത്. ഒരു കിലോനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരെണ്ണം ഒരു 3/4 കിലോനൊക്കെ ഉണ്ടാവും. മറ്റൊരു 1/2 കിലോനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു കുഞ്ഞനെ കൂടി അടിച്ചു. കുഞ്ഞൻ വരാൽ കൂടി അടിച്ചു. താമര ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു തവണ കൂടി ഈ താമരക്കുളം നമ്മൾ വീഡിയോ എടുത്തു. എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ. കുറേയൊക്കെ വിരിയാനുണ്ട്. ഈ താമരയൊക്കെ പൊട്ടിക്കുന്നത് ഒരാൾ വലിയൊരു ഉരുളിയിൽ കയറി ഇരുന്നിട്ട് തുഴഞ്ഞിട്ടാണ് ഈ താമര മുട്ടുകളൊക്കെ പൊട്ടിക്കുന്നത്. ഞങ്ങളൊരു തവണ വന്നപ്പോൾ അത് കാണാൻ പറ്റി. നമ്മൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളികളൊക്കെ നശിച്ചു പോവും. സമയം ഒരു 4 മണി 5 മണി സമയത്താണ് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. ചെറുതായിട്ട് വെള്ളം കലക്കമുണ്ട്. അത് കാരണം മീനടി കുറവാണ്. നല്ല തെളിവെള്ളത്തിലാണ് അധികവും നമുക്ക് ഫ്രോഗ് ഫിഷിങ്ങിൻ്റെ റിസൾട്ട് കിട്ടുക. തൊട്ടപ്പുറത്ത് നെൽപ്പാടങ്ങളിൽ ഞാറ് നടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വിടുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കലക്കമുണ്ട്. അത് കാരണം ഇന്ന് അധികം മീനിൻ്റെ സ്ട്രൈക്കൊന്നും കാണാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രണ്ട് ദിവസം മുന്നേ കൂട്ടുകാരൻ കൂടെ വന്നപ്പോൾ അത്യാവശ്യം മീൻ ഇവിടുന്ന് ഒരു 2-3 കിലോ അവനടിച്ചു. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ പോകുന്നു മാത്രം. അധികം വീതിയൊന്നുമില്ല ഈ തോട്. ഒരു കൈത്തോടുകളാണ് ഇതൊക്കെ. കുഞ്ഞൻ വരാലിനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. അത്യാവശ്യം വലിപ്പമുള്ളതിനെ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ആ കുഞ്ഞൻ വരാലിനെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ ഇട്ടു. മീൻ ചത്തിട്ടൊന്നുമല്ല കേട്ടോ. ഇപ്പോഴും നല്ല ജീവനാണ്. ഒരെണ്ണം നാടൻ വരാലും ഒരെണ്ണം വിയറ്റ്നാമുമാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.